أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، ما بعد. بسم الله الرحمن الرحيم. أنزل من السماء ماء فأخرج به من الثمرات رزقا لكم. അള്ളാഹു ആകാശത്തിൽ നിന്ന് വെള്ളം ഇറക്കി, അങ്ങനെ ഫഅഖ്റജ ബിഹി, ആ വെള്ളം കൊണ്ട് അള്ളാഹു പുറപ്പെടുവിച്ചു, മിന സമറാത്തി, പഴങ്ങളിൽ നിന്ന്, റിസ്ഖല്ലക്കും, നിങ്ങൾക്കുള്ള റിസ്ക്കിനെ പുറപ്പെടുവിച്ചു. ഈ മിനസ്സമറാത്തി എന്ന മിൻ തബഈദിനാണ്. എല്ലാ പഴങ്ങളെയൊന്നും പുറപ്പെടുവിച്ചിട്ടില്ലല്ലോ, നെക്കിറയാണ് സമറാത്തിൻ, അത് തബഈദിനിക്കാണ് ആ തൻകീർ. അതിൻ്റെ അടുത്ത് രണ്ട് റിസ്ഖൻ എന്നൊന്നുണ്ട്, മാ അൻ എന്ന ഒരു നെക്കിറുണ്ട്. അതൊക്കെ അള്ളാഹു വെള്ളത്തെ പുറപ്പെടുവിച്ചാൽ മുഴുവൻ വെള്ളത്തെ പുറപ്പെടുവിച്ചിട്ടില്ലല്ലോ. ആ നെക്കിറൊക്കെ തബഈദിനാണ്, ആ അർത്ഥത്തിലാണ് അതൊക്കെ കാണേണ്ടത്. നിങ്ങൾക്കുള്ള റിസ്ക്കായിട്ട് അള്ളാഹു താൻ എല്ലാ പഴങ്ങളെയും പുറപ്പെടുവിച്ചിട്ടില്ലല്ലോ. അതിനെക്കുറിച്ച് പറയുന്നു മുസ്ലിം ശ്രദ്ധിക്ക്. ഒമിന സാനിയത്തിൽ തബഈദി, ഒമിന സാനിയത്തു രണ്ടാമത്തെ മിൻ, വമിൻ അസാനിയത്ത് തബഈദിനാണ്. ബിദലീൽ ഖൗലിഹി തആല ഫഅഖ്റജ്നാ ബിഹി സമറാത്തിൻ എന്ന നെക്കിറയാക്കിയിട്ടുള്ള പ്രയോഗം കാരണവും, വക്തിനാഫിൽ മുനക്കറൈനി ലഹു, രണ്ട് നെക്കിറകൾ അതിൻ്റെ രണ്ട് ഭാഗത്തും വരുന്നു എന്നതുകൊണ്ടും, മാ അൻ എന്നതും റിസ്ഖൻ എന്നതും. വാക്ക് ഇതന്നെയാണല്ലേ യാഥാർത്ഥ്യം. ഇതിലം യൻസിൽ മിനസ്സമായി അൽ മാ കുല്ലഹു, അള്ളാഹു ആകാശത്തുനിന്ന് കുറച്ച് വെള്ളം ഇറക്കിയിട്ടില്ലല്ലോ, മുഴുവൻ വെള്ളം ഇറക്കിയിട്ടില്ലല്ലോ. വലാഖ്റജബിൽ മത്തരി കുല്ലസ്തിമാരി, മഴ കൊണ്ട് അള്ളാഹു ഭൂമിയിലുള്ള മുഴുവൻ പഴങ്ങളെ പുറപ്പെടുവിച്ചിട്ടില്ലല്ലോ, കുറച്ച് പഴങ്ങളല്ലേ പുറപ്പെടുവിച്ചിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്കുള്ള റിസ്ക്, വലാ ജാല കുല്ലൽ മർസൂഖിൽ സിമാറൻ, എല്ലാ റിസ്ക്കിനെയും അള്ളാഹു എന്താക്കിയിട്ടില്ല, സിമാറാക്കിയിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി സമറാത്തിൽ നിന്ന് റിസ്കിനെ ആക്കി എന്നാണ്. അപ്പോൾ നിങ്ങളുടെ റിസ്കിൻ്റെ ബാദലയാവുന്നുള്ള സമറാത്ത്. ഓക്കെ, ഫഅഖ്റജ്നാ ബിഹി ബാദ സമറാത്തി വലാ ജാല കുല്ലൽ മർസൂഖ്, റിസ്ക്കായി നൽകപ്പെട്ടതെല്ലാം എന്തല്ല, റിസ്ക് അല്ല, സിമാർ അല്ല. സിമാറും സിമാറല്ലാത്തതും റിസ്കിൻ്റെ ഭാഗമാണ്. അപ്പോൾ മിന്ന് തബഈദിയാണ് എന്ന് വെക്കുക. അല്ലെങ്കിൽ മിന്നെന്താണ്, തബീയിനാണ് എന്ന് വെക്കുക. രണ്ട് അർത്ഥമാണല്ലോ, തബീയിൻ. ബയാന്, മിന്ന് ബയാന് വരൂലേ. അപ്പോൾ പിന്നെ തബഈദല്ല, ആ പറഞ്ഞ തന്നെ. അപ്പോൾ റിസ്ഖൻ മഫ്ഊലുൻ ബി മാനൽ മർസൂഖ്. അപ്പോൾ റിസ്ഖ് എന്നുള്ളത് മർസൂഖിൻ്റെ മാനാക്കുള്ള മസ്തറാണ്. മഫ്ഊലുൻ ബി മാനൽ മർസൂഖ്, മഫ്ഊലാക്കുക. ഈ ഉദാഹരണം പറയുമ്പോൾ തിരിയും. അംഫഖ്തു മിന ദറാഹിമി അൽഫൻ, ഞാൻ 1000 ദിർഹമിന് ചിലവഴിച്ചു. അവിടെ കുറേ ദിർഹമല്ല, 1000 ദിർഹം തന്നെ ഉള്ളൂ. അത് ബയാനായിട്ട് പറഞ്ഞതാണ്. ഒരുപാട് ദിർഹമുകളിൽ നിന്ന് 1000 എന്നല്ല അർത്ഥം. ഞാൻ 1000 ദിർഹം ചിലവഴിച്ചു എന്നാണ് ആ മിന്നിൻ്റെ അർത്ഥം. ദിർഹമുകളിൽ നിന്ന് എന്നല്ല, 1000 ദിർഹമുകളെ ഞാൻ ചിലവഴിച്ചു. ആ അൽഫ് ഏതാണ്, ദിർഹമാണ് എന്ന് വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമറാത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു, റിസ്ഖല്ലക്കും, നിങ്ങൾക്കുള്ള റിസ്ക്കിനെ പുറപ്പെടുവിച്ചു. മഫൂലാണ്, അതായത് റിസ്ക്കിനെ എന്ന് പറഞ്ഞാൽ മർസൂഖ്, ഭക്ഷണത്തെ പുറപ്പെടുവിച്ചു. ആ ഭക്ഷണം പുറപ്പെടുവിച്ചത് എന്താണ്, മിന സമറാത്തി, പഴങ്ങളെ. അത്ര സംബന്ധിച്ചാൽ മതി. മിൻ തബീനാവുമ്പോൾ ഫഅഖ്റജ, അള്ളാഹു പുറപ്പെടുവിച്ചു, മിന സമറാത്തി, പഴങ്ങളെ, റിസ്ഖല്ലക്കും, നിങ്ങൾക്കുള്ള ഭക്ഷണമായിട്ട് പുറപ്പെടുവിച്ചു, ഭക്ഷണത്തെ പുറപ്പെടുവിച്ചു, സമറാത്തുകളെ എന്ന്. സമറാത്തുകളിൽ നിന്ന് എന്നല്ല അർത്ഥം. ഏതുപോലെ ഞാൻ 1000 ദിർഹമുകൾ ചിലവഴിച്ചു എന്ന് പറയുന്നത് പോലെ. അപ്പോൾ റിസ്ക്കിനെ ബയാൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഏതാണ് ആ റിസ്ക്, മിന സമറാത്തി, പഴം. ഞാൻ 1000 ചിലവഴിച്ചു. ഏതാണ് 1000, മിന ദിർഹമി, ദിർഹം. ഇതാണ് ബയാനിയായ മിന്നിൻ്റെ അർത്ഥം. പിന്നെ മറ്റൊരു ചോദ്യം, ഇതിവിടെ സമറാത്ത് എന്നുള്ള ഖില്ലത്തിൻ്റെ ജമ്മല്ലേ, മുസ്ലിമാത്തൊക്കെ ഖില്ലത്തിൻ്റെ ജമ്മല്ലേ, അലിഫും താവൊക്കെ ഉള്ളത്. അപ്പോൾ അള്ളാഹു ഇത് കസ്റത്തിൻ്റെ ജമ്മിൻ്റെ സ്ഥലത്തല്ലേ പറയേണ്ടത്. കസ്റത്തിൻ്റെ എന്ന് പറഞ്ഞാൽ 10ൻ്റെ മുകളിലുള്ള വസ്തുക്കൾക്ക് കസ്റത്തിൻ്റെ എമ്മും 10 വരെയുള്ള വസ്തുക്കളാവുമ്പോൾ ഖില്ലത്തിൻ്റെ എമ്മാണ്. ഇവിടെ ഇപ്പം എന്തായാലും
സമറാത്തുകൾ എന്ന് പറഞ്ഞാൽ ധാരാളം സമറാത്തുകൾ തന്നെയല്ലേ അർത്ഥം? അതെന്താണ്ടാണ് അങ്ങനെ വന്നത് എന്നാണ് ചോദ്യം. ഇവിടെ കസറത്തിൻ്റെ ജമ്മല്ലേ ഉപയോഗിക്കേണ്ടത്, ഖില്ലത്തിൻ്റെ ജമ്മല്ലല്ലോ എന്ന ചോദ്യത്തിന് ഒരർത്ഥം, ഒരു മറുപടി, അത് ജമാഅത്തു സിമാർ, സമറത്തിൻ്റെ കൂട്ടം എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന്. അല്ലെങ്കിൽ രണ്ടാമത്തെ മറുപടി, ഖില്ലത്തിൻ്റെ ജമ്മ കസറത്തിൻ്റെ ജമ്മിൻ്റെ സ്ഥാനത്തും കസറത്തിൻ്റെ ജമ്മ ഖില്ലത്തിൻ്റെ ജമ്മിൻ്റെ സ്ഥാനത്തൊക്കെ ഉപയോഗിക്കലുണ്ട്. താവറു എന്നതിന് പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപയോഗിക്കുന്നതിന്. അല്ലെങ്കിൽ മൂന്നാമത്തെ കാരണം, അലിഫ്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഖില്ലത്തിൻ്റെ ജമ്മിൽ അലിഫ്ലാം കടന്നാൽ അത് കസറത്തിൻ്റെ മാന കിട്ടും എന്നതാണ് മൂന്നാമത്തെ മറുപടി. ഇവിടെ അസ്സമറാത്ത് എന്ന് അലിഫ്ലാം ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ഖില്ലത്തിൻ്റെ എം അല്ല കസറത്തിൻ്റെ എമ്മായി. ഖില്ലത്തിൻ്റെ എം കസറത്തിൻ്റെ എം എന്ന വ്യത്യാസം വരുന്നത് അലിഫ്ലാം ഇല്ലാതിരിക്കുമ്പോഴാണ്. ഈ മൂന്ന് മറുപടിയാണുള്ളത്. നോക്കൂ, വൈന്നമാ സാഹ സമറാത്തു, ഖില്ലത്തിൻ്റെ ജമ്മ് ആയിട്ടുള്ള സമറാത്ത് എന്നത് ഇവിടെ അനുവദനീയമായത്. വൽ മൗദുൽ കസറത്തി, ഇവിടെ കസറത്തിൻ്റെ സ്ഥലമാണല്ലോ, എന്നിട്ടും അതിൻ്റെ മറുപടി യനഹു അറാദ ബിഹി ജമാഅത്ത സമറത്തി, ഒരു കൂട്ടം പഴം എന്നാണ് ഉദ്ദേശിച്ചത്. അല്ലത്തി ഫി ഖൗലിക, നീ പറയുന്ന വാക്കിലതുണ്ടല്ലോ, അദ്റക്കത്ത് സമറത്തു ബുസ്താനിഹി, അയാളുടെ തോട്ടത്തിലെ പഴം പഴുത്ത് ഭാഗമായി, മൂത്ത് ഭാഗമായി എന്നുള്ളതിന് പറയും. അവിടെ സമറത്തു എന്നുള്ളതിന് ജമാഅത്ത് എന്നാണല്ലോ അർത്ഥം. വയ്യുദുഹു ഖിറാഅത്തു മിനസ്സമറത്തി എന്ന് തന്നെ മുഫ്രദാക്കിയാൽ അങ്ങനെ ഖിറാഅത്തുണ്ട്, മുഫ്രദാക്കിയിട്ട് ഖിറാഅത്തുണ്ട്. വയ്യുദുഹു ഖിറാഅത്തു മിനസ്സമറത്തി എന്ന ഖിറാഅത്തിനെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അല്ല തൗഹീദും സമറാത്ത് എന്ന് പറയാതെ തൗഹീദാക്കിയിട്ട്. ഇതാണ് ഒരു കാരണം. അല്ലെങ്കിൽ ഔലി അന്നൽ ജുമുഅ യതആവറു ബഅദുഹാ മൗഖിഅ ബഅദ്, അല്ലെങ്കിൽ ജമ്മുകളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിടിക്കാറുണ്ട് കസറത്തിൻ്റെ പേരിൻ്റെ കില്ലത്തൊക്കെ. ഉദാഹരണം നോക്കൂ, കം തറക്കൂ മിൻ ജന്നാത്തിന്, അവർ എത്രയെത്ര തോട്ടങ്ങളെയാണ് ഉപേക്ഷിച്ചു പോയത്. അവിടെ സമറാത്തിൻ കസീറത്തിൻ, അവിടെ കില്ലത്തിൻ്റെ എമ്മാണെങ്കിലും കസറത്തിൻ്റെ മാനയാണ്, ആയിരക്കണക്കിന് തോട്ടങ്ങളാണ്. ഇനി സലാസത്ത് ഖുറൂ എന്ന് പറഞ്ഞു, സലാസത്തിലേക്ക് ഖുറൂ എന്ന് ജമ്മാക്കാൻ പാടില്ലല്ലോ, കാരണം ഖുറൂ കസറത്തിൻ്റെ എമ്മാണല്ലോ, പക്ഷേ ഖുറൂ എന്ന് ഉപയോഗിച്ചു. മൂന്നാമത്തെ കാരണം ഔലി അന്നഹ ലമ്മാക്കാനത്ത് മുഹല്ലാത്തം ബില്ലാമി, അലിഫ്ലാം അണിഞ്ഞതായപ്പോൾ, അലിഫ്ലാം ഉള്ളതായപ്പോൾ ഖറജത്തൻ ഹദ്ദിൽ ഖില്ലത്ത്, ഖില്ലത്ത് എന്നതിൻ്റെ ആ നിർവചനത്തെ അത് പുറത്ത് ചാടി. ഓക്കെ, ഖില്ലത്തിൻ്റെ മാനയില്ലാതെയായി എന്നർത്ഥം. റിസ്ഖൻ ലക്കും എന്ന ലക്കും എന്നതിൻ്റെ തർക്കീബ് എന്താ? അതിന് രണ്ട് തർക്കീബ് വെക്കാം, സിഫത്ത് എന്ന് വെക്കാം, മഫ്ഊൽ എന്ന് വെക്കാം. റിസ്ഖൻ ലക്കും, നിങ്ങൾക്കുള്ളതായ റിസ്ക്കിനെ എന്ന് ലക്കും ജാറും സിഫത്താക്കാം. അപ്പോൾ റിസ്ഖിനെ എന്ന് പറഞ്ഞാൽ മസ്തറിൻ്റെ മാനാക്ക്, മർസൂഖൻ ലക്കും, നിങ്ങൾക്കുള്ളതായ ഭക്ഷണത്തെ എന്ന്, ഭക്ഷണം മർസൂഖ് എന്നർത്ഥം വെക്കുക റിസ്ഖൻ. അതല്ലെങ്കിൽ റിസ്ഖൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഫൂലാക്കാം, റിസ്ഖൻ എന്നതിന് നിങ്ങൾക്കുള്ള റിസ്ക്, റിസ്ഖൻ ഇയാക്കും, നിങ്ങൾക്കുള്ള റിസ്ക് എന്ന് മഫൂലാക്കുക റിസ്ഖൻ എന്ന മസ്തറിൻ്റെ. വലക്കും എന്ന സിഫത്തു റിസ്ഖൻ ഇൻ ഉരീദ ബിഹിൽ മർസൂഖ്, ഭക്ഷണം എന്നർത്ഥം വെക്കുമ്പോൾ. ഓ മഫ്ഊലുഹു, ലക്കും എന്നതിനെ മഫ്ഊലുമാക്കാം, റിസ്ഖൻ എന്നതിനെ മഫ്ഊലുമാക്കാം ലക്കും എന്നത്. ഇൻ ഉരീദ ബിഹിൽ മസ്തർ ഉദ്ദേശിക്കപ്പെടുകയാണ്. കാരണം ഖാല റിസ്ഖൻ ഇയാക്കും. ഫലാ തജഅലു ലില്ലാഹി അൻദാദൻ, അപ്പോൾ നിങ്ങൾ അള്ളാഹുവിന് തുല്യരെ ആക്കരുത്. ഈ ഫലാ തജഅലു ലില്ലാഹി അൻദാദൻ എന്ന ഫാഗ് കൂടിയിട്ടുള്ള ഈ ജുംല എന്താണ്? ഒരഭിപ്രായം അത് ഉഅ്ബുദു എന്നതിനോട് ബന്ധപ്പെട്ടതാണ്, ബന്ധിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഫലാ തജഅലു, നിങ്ങൾ ആക്കരുത് എന്ന് നഹ്യുമാക്കാം, നിങ്ങൾ ആക്കൂല എന്ന് നഫീനെ മാനാക്കാക്കാം. അപ്പോൾ നിങ്ങൾ ആക്കൂല, അള്ളാഹ്ക്ക് നിന്ദുകളെ ആക്കൂല, അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹ്ക്ക് നിന്ദുകളെ ആക്കരുത്, രണ്ടർത്ഥവും വെക്കാം. അപ്പോൾ ഒന്നിക്കെ ഓബുദു, നിങ്ങൾ അള്ളാഹ്ക്ക് ആരാധിക്കണം, ഫലാ തജഅലു ലില്ലാഹി എന്താ നിങ്ങൾ അപ്പോൾ അള്ളാഹുവിന് തുല്യരായ ബഹുദൈവങ്ങളെ ആക്കരുത് എന്ന് അങ്ങനെ അങ്ങോട്ട് ബന്ധിച്ചതാക്കാം. അതല്ലെങ്കിൽ ലഅല്ലനോട് ബന്ധിച്ചതാക്കാം, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരുന്നതിന് വേണ്ടി. അങ്ങനെ തഖ്വയുള്ളവരായി തീരുമ്പോൾ ഫലാ തജഅലു ലില്ലാഹി എന്താ നിങ്ങൾ അള്ളാഹുവിന് എന്താക്കൂല, നിദ്ദുകളെ ആക്കൂല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഫലാ തജഅലു ലില്ലാഹി എന്നുള്ളത് ഖബറാക്കുക. ഏതിൻ്റെ ഖബർ?
അല്ലദീ ജഅലക്കും അൽ-അർള ഫിറാശൻ എന്നത് മുബത്തിയാക്കാൻ നമ്മൾ പറഞ്ഞില്ലായിരുന്നു. ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നവൻ. ഫലാ തജ്അലു ലില്ലാഹി അൻദാദൻ, അവൻ്റെ കാര്യത്തിൽ നിങ്ങൾ നിദ്ദുകളെ ആക്കരുത് എന്നാണ് പറയപ്പെടാനുള്ളത്. അവിടെ ഫലാ തജ്അലു എന്നുള്ള ജുംല ഖബറാക്കുക. ഇങ്ങനെ 3 രീതിയിൽ തർക്കീബ് വെക്കാം. നോക്കൂ, ഫലാ തജ്അലു അൻദാദൻ മുതഅല്ലഖും ബിഉബുദു. അപ്പോൾ ഉബുദിനോട് എങ്ങനെ ബന്ധിക്കുന്നത്? അല അന്നഹു നഹിയുൻ മഅതൂഫൻ, അങ്ങോട്ട് അത്ഫ് ചെയ്യപ്പെട്ട നഹിയാണ് എന്ന നിലയിൽ നിങ്ങൾ ആരാധിക്കണം, നിങ്ങൾ അള്ളാഹുവിനെ നിദ്ദുകളാക്കുകയും ചെയ്യരുത് ഇങ്ങനെ. അല്ലെങ്കിൽ നഫിയും മൻസൂബും ബി ഇൽമാരി അൻ ജവാബുല്ലഹു, അല്ലെങ്കിൽ ഉഅ്ബുദു എന്ന അമ്രിൻ്റെ ജവാബാക്കുക. അമ്രിൻ്റെ ജവാബിൽ എന്ത് ചെയ്യും? നസ്ബ് കൊടുക്കാമല്ലോ, അന്ന് പറഞ്ഞ് നസ്ബ് ചെയ്യല്ലോ, നിങ്ങൾ അള്ളാഹ്ക്ക് ആരാധിക്കണം. അപ്പോൾ ഫഅൻ ലാ തജ്അലു, അപ്പോൾ നിങ്ങൾ അക്കാരണത്താൽ നിങ്ങൾ ആക്കുന്നവരല്ല അള്ളാഹുവിന് അന്താദൻ, തുല്യരെ ആക്കുന്നവരല്ല. നിങ്ങൾ അള്ളാഹ്ക്ക് ആരാധിക്കണം. അങ്ങനെ വരുമ്പോൾ ഫലാ തജ്അലു ഫഅൻ ലാ തജ്അലൂന, അപ്പോൾ നിങ്ങൾ ആക്കുന്നവരല്ല. നഫി മൻസൂബും ബിഇദ്മാരി അൻ, അന്നിനെ മറച്ച് നസ്ബ് ചെയ്യപ്പെട്ട നഫിയാണെന്ന് വെക്കുക. ജവാബുല്ലഹു ഉബുദുവിൻ്റെ ജവാബാക്കിയിട്ട് ആരാധിക്കുക, അക്കാരണത്താൽ ഫലാ തജ്അലു ഫഅൻ ലാ തജ്അലു, അപ്പോൾ നിങ്ങൾ ആക്കുന്നവരല്ല എന്ന്. അല്ലെങ്കിൽ അത് ഉബുദിനോട് ബന്ധിച്ചതല്ല, ലാലിയോട് ബന്ധിച്ചതാണ്. അലാ അന്നഹു നസ്ബുൻ, അലാ അന്ന നസ്ബ തജ്അലു നസ്ബ ഫഅത്തലിഅ ഫീ ഖൗലിഹി തആല ലഅല്ലി അബ്ലുഗുൽ അസ്ബാബ് അസ്ബാബ് അസ്സമാഅത്തി ഫഅത്തലിഅ എന്ന് പറഞ്ഞില്ലേ. ലഅല്ലി അബ്ലുഗുൽ അസ്ബാബ്, ഞാൻ ആകാശങ്ങളിലേക്കുള്ള പടികൾ കയറി നോക്കട്ടെ. കെട്ടിടമുണ്ടാക്കിയിട്ട് ഹാമാൻ പറഞ്ഞതാണ്. അങ്ങനെ കയറി നോക്കുമ്പോൾ ഫഅത്തലിഅ, എനിക്ക് പടച്ചോനെ കാണാൻ കഴിയും, മൂസൻ്റെ റബ്ബിനെ കാണാൻ കഴിയും. അവിടെ ലാലൻ്റെ ജവാബായിട്ടാണ് അത്വലിഅ എന്ന അന്നിന് ശേഷം ഫഅൻ അത്വലിഅ എന്ന് നസ്ബ് ചെയ്തിട്ടുള്ളത്. എന്നതുപോലെ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടി. അങ്ങനെ ആകുമ്പോൾ ഫഅൻ ലാ തജ്അലു, അപ്പോൾ നിങ്ങളാക്കൂല എന്ന്. അപ്പോൾ ഫത്തല എന്നതിന് നസ്ബ് കിട്ടിയതുപോലെ തജ്അലു എന്നതിന് നസ്ബ് കിട്ടിയെന്ന് വെച്ചാൽ മതി. അപ്പോൾ എന്താ സംഭവം? ഈ അമ്രിൻ്റെ ജവാബ്, നഹീൻ്റെ ജവാബ്, അതുപോലെ തമന്നിൻ്റെ ജവാബ്, ഇതിനൊക്കെ എന്താക്കാറുണ്ട്? ജവാബിന് നസ്ബ് കൊടുക്കാറുണ്ടല്ലോ. അതേപോലെ ലാലനെയും കൂട്ടുക. ലാലയിൽ പെട്ടതല്ലെങ്കിൽ പോലും ലാലനെ അതിനോട് ചേർക്കുക. ജവാബിന് അമ്രിൻ്റെ ജവാബ് ഇദ്ഹബ് അദ്ഹബ്, അതേപോലെ ലാ തദ്ഹബ്, നീ പോകരുത്. ഫ തഞ്ചു, അപ്പോൾ നീ രക്ഷപ്പെടും. ഇങ്ങനെ അമ്ര, നഹി, ഇസ്തിഫാമ്, തമന്നി എന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങളുണ്ടല്ലോ. തറജ്, അതിൻ്റെ കൂട്ടത്തിൽ ലാലിന് പെടുത്തിയിട്ട് ജവാബിന് നസ്ബ് കൊടുക്കുക. അതാണ് ഇൽഹാഖ് അൽഹാബിൽ അഷ്യായ സിത്തത്തി. ഈ ജവാബിൽ ഫാവിന് ശേഷം ജവാബിന് നസ്ബ് ചെയ്യുന്ന 6 സാധനങ്ങളോട് ഇതിനെ ചേർത്തുക. ഇതിനെ ലാലനെ ഏതാ? ഇസ്ത്രാക്കിയ ഫിഅലിന് മൂജബത്തിന്. അതൊന്നും മൂജബല്ല എന്ന രീതിയിൽ, എന്ന വിഷയത്തിൽ ലാല അവയോട് പങ്കാളിയാണല്ലോ. മൂജബാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? നഫിയും നഹിയും ആവാതിരിക്കുക എന്നാണ്. നഫിയും നഹിയും ഇസ്തിഫാമൊന്നും ആകാതിരിക്കുന്നതിന് മൂജബാണ്. അപ്പം മൂജബല്ല എന്ന വിഷയത്തിൽ ഇതിനൊക്കെ നസ്ബിട്ടാൻ കാരണം എന്താ? അതൊന്നും മൂജബല്ല. നഫിക്ക് ശേഷം വന്നതോ നഹിയിന് ശേഷം വന്നതോ ഒന്നും അല്ല. ഇദ്ഹബ്, നീ പോവുക. അപ്പോൾ ആ വിഷയത്തിൽ അത് ആ ഭാഗം നോക്കിയാൽ മതി. എന്താ മൂജബാകാതിരിക്കുക എന്നുള്ളത്. വേറൊരർത്ഥം കൂടിയുണ്ട്. ഈ ഇതിങ്ങോട്ട് ജവാബ് സംഭവിക്കുമെന്ന് തഹക്കുകാകുന്നതല്ലല്ലോ. വൽമാന, അപ്പം എന്താ അർത്ഥം? ഇൻ തത്തഖൂ, നിങ്ങൾ തഖ്വ ചെയ്യുകയാണെങ്കിൽ, ലാലക്കും തത്തഖൂ എന്നല്ലേ, നിങ്ങൾ തഖ്വ ചെയ്യുന്നവരാകാൻ വേണ്ടി. അപ്പോൾ ഒരു ചോദ്യം, അപ്പോൾ നിങ്ങൾ തഖ്വ ചെയ്യുകയാണെങ്കിൽ ലാ തജ്അലൂ ലഹു അന്താദ, നിങ്ങൾ അവന് തുല്യരായ ആളുകളെ ആക്കരുത്. അല്ലെങ്കിൽ ലാ തജ്അലൂ എന്നുള്ളത് ബില്ലദീ ജഅല, അല്ലദീ ജഅല എന്നതിനോടാണ് ബന്ധിക്കുന്നത്. എപ്പോൾ? ഇനിസ്തഗ്നഫ്ത ബിഹി, അല്ലദീ ജഅല എന്നുള്ളത് മറ്റേന് സിഫത്താക്കാതെ അതിന് മുസ്തഗ്നിഫായ ജുംലയാക്കുക, മൂർത്തിയാക്കിയാൽ അലാ അന്നഹു നഹിയുൻ. അപ്പോൾ പിന്നെ ഫലാ തജ്അലൂ എന്നുള്ള നഹിയാണ് വഖഅ ഖബറൻ,
അല്ലതീ ജഅല എന്ന മുബത്തദക്ക് ഖബറായി സംഭവിച്ച നഹിയാണെന്ന് വെക്കുക. അപ്പോൾ പിന്നെ എങ്ങനെ ഇതിനെ ജവാബാക്കാൻ പറ്റിയ നഹീനെ ജവാബാക്കാൻ പറ്റൂലല്ലോ. ഒരുത്തൻ അല്ലതീ ജാലക്കുമെന്ന ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നവൻ ഫലാത്ത് ജാലു എന്നുള്ളതിനെ നേരിട്ട് ജവാബാക്കാൻ പറ്റൂല. അതിൽ ജവാബിൽ ഫാ ഒന്നും പറ്റൂല ഖബറാവുമ്പോൾ. അപ്പോൾ അതിൻ്റെ മറുപടി ഒരു മഖൂല് സങ്കല്പിച്ചു കൊടുക്കുക. ആ മഖൂലാണ് ഖബറായിട്ട് വരിക. അലാ തെവീലി. അപ്പം പിന്നെ തെവീൽ ചെയ്യേണ്ടത് മഖൂലും ഫീഹി, നിങ്ങളെക്ക് ഭൂമിയെ വിരുപ്പാക്കി തന്നവൻ മഖൂലും ഫീഹി അവനിൽ പ്രസ്താവിക്കപ്പെടുന്നതാണ്. എന്ത് പ്രസ്താവിക്കപ്പെടും? ലാ തജ്അലൂ ലില്ലാഹി അന്താദാ, അവനിൽ നിങ്ങൾ തുല്യനെ ആക്കരുത് എന്ന് അവനിൽ പറയപ്പെടുന്നതാണ്. അപ്പോൾ മഖൂലും ഫീയാണ് യഥാർത്ഥത്തിൽ ഖബർ. ഇൻഷാവിനെ ഖബറാക്കാൻ പറ്റൂലല്ലോ. ഖബരിയായ ജുമലല്ലേ ഖബറായിട്ട് വരിക. ലാ തജ്അലൂ എന്നുള്ള ഇൻഷായി അല്ലേ. അപ്പോൾ മഖൂലുൻ എന്ന ഒരു സാധനം സങ്കല്പിച്ചിട്ട് ഖബരിയായ ജുമലയാക്കി മാറ്റുക. അപ്പോൾ ഇവിടെ അത്ഫല്ല ഫാ കിട്ടോ. ഫൽ ഫാഉലി സബബിയത്തി. അപ്പോൾ ഇവിടെ ഫാ സബബിയത്തിനാണ്, കാരണത്താൽ എന്ന്. മറ്റേ അത്ഫായിരുന്നു, നിങ്ങൾ ആരാധിക്കുക, അള്ളാഹ്ക്ക് ആരാധിക്കുക. ഫലാ തജ്അലൂ, അങ്ങനെ നിങ്ങൾ അള്ളാഹ്ക്ക് നിന്ദകളാക്കാതിരിക്കുകയും ചെയ്യുക എന്നായിരുന്നു ഉഅ്ബുദു എന്നതിനോട് ബന്ധിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത്. ഉദ്ഖിലത്ത് അലൈഹി ഈ തളമ്മുന് മുത്തദി മാനശക്തി. അപ്പോൾ ഖബറിൽ എങ്ങനെ ഫാ കിടക്കുക? ഖബറിൽ ഫാ കിടക്കാൻ പാടില്ലല്ലോ. അതിന് കാരണമുണ്ട്. ഈ ഫാവിനെ അതിൽ പ്രവേശിപ്പിച്ചത് മുബത്തദയിൽ ഷർത്തിൻ്റെ മാന ഉണ്ടായതുകൊണ്ടാണ്. ഷർത്തിൻ്റെ മാന ഉണ്ടല്ലോ, വൽമാന. അപ്പം എന്താ ഷർത്തിൻ്റെ മാന ഇവിടെ? നിങ്ങൾക്ക് ഭൂമിയെ വിരിപ്പാക്കി തന്ന ഒരുത്തൻ ഫലാത്ത് ജാലുലില്ല, എന്താ നിങ്ങൾ അവന് നിദ്ദുകളെ ആക്കരുത് എന്നുള്ളൊരു ഷർത്തിൻ്റെ മാന ആ മുബത്തദയിൽ സങ്കല്പിക്കാൻ കഴിയും. അതെങ്ങനെ? മൻ ഹഫക്കും ബിഹാദിഹിൻ നിഅമിൽ ജിസാമി, അള്ളാഹു ഒരുക്കി തന്നു, ഭൂമിയെ വിരിപ്പാക്കി തന്ന് ആകാശത്ത് കൂടാരമാക്കി തന്നു എന്നിട്ട് ഷർത്ത് സങ്കല്പിക്കുക. ഈ മഹത്തായ ദൃഷ്ടാന്തങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകിയവൻ, ഹഫക്കും നിങ്ങൾക്ക് നിങ്ങളെ പൊതിഞ്ഞവൻ. ഈ മഹത്തായ അനുഗ്രഹം കൊണ്ട് ആരെങ്കിലും പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ യംബഗി അല്ലാ യുശ്റക ബിഹി, ശിർക്ക് ചെയ്യപ്പെടാതിരിക്കൽ നിങ്ങൾക്ക് ബാധ്യതയാണ്, കടമയാണ്. നിങ്ങൾക്ക് ഭൂമിയെ ഫിറാശാക്കി തന്നതിനാൽ, ഈ നിഅമത്ത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിച്ചതിനാൽ ഫലാ തജ്അലൂ. അപ്പോൾ ഷർത്തിൻ്റെ ജവാബിൽ ഫാ കൊടുക്കലുണ്ടല്ലോ. സാധാരണ മൂത്താൻ്റെ ഖബറിൽ ഫാ കൊടുക്കാറില്ലെങ്കിലും ആ മുബത്തദയിൽ ഒരു ഇദാ എന്ന ഷർത്തിൻ്റെ മാന ഉണ്ടായതുകൊണ്ട് ഫായിൽ ജവാബ് കൊടുത്തതാണ്. ഓക്കെ. നിദ് എന്ന് പറഞ്ഞാൽ അൽ മിസ്ലുൽ മുനാവി, നേരെ വിരുദ്ധമായ തുല്യം എന്നാണ്. നേരെ എതിർവശത്ത് നിൽക്കുന്ന തുല്യ വസ്തു എന്നാണ്. നേരെ ശത്രു, നേരെ, അതാണ് നിദ്ദിൻ്റെ അർത്ഥം. ജരീർ പറഞ്ഞു, ആ തൈമൻ തജാലൂന ഇലയ്യ നിത്തൻ, തൈമ് ഗോത്രത്തെ നിങ്ങൾ എനിക്ക് തുല്യനാക്കുകയാണോ? ഒമാ തൈമും ലിദി ഹസബിൻ നദീദ്, ഒരു തടപാടുള്ളവന് ഒരിക്കലും തൈമ് ഗോത്രം തുല്യമാകുന്നതല്ല. അതെൻ്റെ നേരെ വിപരീത ദിശയിലുള്ള സാധനമാണ്. നദ്ദ നുദൂതൻ എന്ന് പറയാറുണ്ട്. നദ്ദു നുദൂതൻ എപ്പോഴാണ് പറയുക? ഇതാ നഫറ വന, ഒരു സാധനം ഓടിയാൽ എന്ത് പറയും? നദ്ദ എന്ന് പറയും. അതുപോലെ നാദത്തു റജുല എന്ന് പറയും. ഞാൻ ആ മനുഷ്യനോട് നേരെ വഴക്കിട്ടു, അതായത് ഹാലഫ്തുഹു എന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അർത്ഥമെങ്കിലും ഹുസ്സബിൽ മുഖാലിഫിൽ മുമാസിലി ഫി ദാത്തി, ദാത്തിൽ തുല്യമായ മുഖാലിഫിനെ കൊണ്ടാണ് ഇപ്പോൾ നിദ് എന്ന് പറയപ്പെട്ടിട്ടുള്ളത്. കമാ മുസാവി എന്ന് പറയുന്നത് മുമാസിൽ ബി ഖദരി, ഒരേ അളവിലുള്ള തുല്യ വസ്തുവിനോട്, നേരെ വിരുദ്ധമല്ല, ഇതേപോലെയുള്ള തുല്യ വസ്തുവിന്, അളവിലും അതിൻ്റെ മഹത്വത്തിലും തുല്യമായ വസ്തുവിനാണ് മുസാവി എന്ന് പറയുന്നത് പോലെ നിദ് എന്ന് പറയൽ ദാത്തിൽ തുല്യതയുള്ള മുഖാലിഫിനാണ് പറയാം. അപ്പം മറ്റൊരു ദൈവം, ഈ ദൈവത്തിനോട് ഒരിക്കലും യോജിക്കാത്ത മറ്റൊരു ദൈവം എന്നർത്ഥം. അപ്പം മുശ്രിക്കീങ്ങൾ ആരാധിക്കുന്ന ഇത് ബിംബങ്ങൾക്ക് നിദ് എന്ന് പറയാൻ പറ്റുമോ? അള്ളാഹുവിൻ്റെ ദാത്തിലും സിഫാത്തിലും തുല്യമാണെന്ന് അവർ വാദിക്കുന്നില്ലല്ലോ. ഉണ്ടോ? ഇല്ലല്ലോ. അള്ളാഹുവിൻ്റെ പ്രവൃത്തികളിൽ ഈ ബിംബങ്ങളൊക്കെ എതിരാകുന്നുണ്ട് എന്ന് അവർ വാദിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ നിങ്ങൾ അള്ളാഹു താലാക്ക് നിദ്ദാക്കരുത്, നിങ്ങൾ ആക്കുന്നുണ്ട്, ആ പണിയെടുക്കരുത് എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? തുല്യനായ ഒരാളായിരിക്കണം, മുഖാലിഫായ തുല്യൻ.
മറ്റൊരു ദൈവം, ഈ ദൈവത്തെ പോലെയുള്ള അള്ളാഹുവിനെ പോലെയുള്ള ഒരു ദൈവം എന്നർത്ഥമാണ് അതിൻ്റെ അസ്ലി അർത്ഥം. പക്ഷേ മുശ്രിക്കുകൾ അത് വിശ്വസിക്കുന്നില്ലല്ലോ. അതിന് മറുപടി അള്ളാഹിനെ പോലെയെന്ന് പറയുന്നില്ല, അള്ളാഹ് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ അള്ളാഹ്ക്കുള്ള ഇബാദത്ത് ഒഴിവാക്കി അള്ളാഹിനോട് ഒരിക്കലും തുല്യനല്ലാത്ത ഒരാൾക്ക് ബിംബങ്ങൾക്ക് ഇവർ ആരാധിച്ചപ്പം ഇവരുടെ പ്രവൃത്തി നേരെ വിരുദ്ധനായ തുല്യനായ ഒരു ദൈവത്തെ ആക്കിയതിന് തുല്യമായതുകൊണ്ട് അള്ളാഹു തആല അവരെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞതാണ്. കാരണം എല്ലാ ഉപദ്രവങ്ങളും തടുക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു. ആ അള്ളാഹ്ക്ക് ആരാധിക്കാതെ ഈ ബിംബങ്ങൾക്ക് ആരാധിക്കുമ്പോൾ അവരങ്ങനെ വിശ്വസിക്കുന്നത് പോലെയാണല്ലോ അവരുടെ പ്രവൃത്തി. ആ നിലയ്ക്ക് അങ്ങനെ പറഞ്ഞതാണ്. നിങ്ങളൊക്കെ ഭയങ്കര മോശപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അള്ളാഹ്ക്ക് നിദ്ദിനാക്കിയ ആൾക്കാരല്ലേ. അള്ളാഹിൻ്റെ മാതിരിയുള്ള എല്ലാ കഴിവും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന കുറേ ദൈവങ്ങളാക്കിയ ആൾക്കാരല്ലേ നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? അവർ സൃഷ്ടിച്ചിട്ടില്ല, അള്ളാഹിൻ്റെ ദാത്ത് ചെയ്യുന്ന അള്ളാഹിൻ്റെ പ്രവൃത്തി പോലെ ചെയ്യുന്നില്ല, എന്നിട്ടും നിങ്ങൾ ബിംബങ്ങളെ ദൈവങ്ങളാക്കിയില്ലേ, ഇത് എത്രമാത്രം മോശമാണ് എന്ന് സൂചിപ്പിക്കാനാണ്. നോക്കൂ, തസ്മിയത്തുമാ യഅ്ബുദുൽ മുശ്രികൂന മിൻ ദൂനില്ലാഹി അന്താദൻ, അള്ളാഹുവിനെ കൂടാതെ മുശ്രിക്കീങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കൾക്ക് അന്താദൻ, നിദ്ദുകൾ എന്ന് പേര് പറഞ്ഞു. ഏത് സ്ഥിതിയിൽ ഒമാ സാമു അന്നഹ തുസാഫി ദാത്തി താരാ സിഫാത്തിഹി, അള്ളാഹിൻ്റെ ദാത്തിനും സിഫത്തിലും ഈ ബിംബങ്ങൾ അള്ളാഹുവിനോട് തുല്യമാകുമെന്നവർ വാദിച്ചിട്ടില്ല. വലാന്നഹ തുഖാലിഫുഹു ഫി അഫ്ആലിഹി, അള്ളാഹുവിൻ്റെ പ്രവൃത്തികളിൽ അള്ളാഹിനോട് ഇവ എതിരാകുന്നു എന്നും വാദിച്ചിട്ടില്ല. അള്ളാഹിൻ്റെ ശുപാർശകരാന്നൊക്കെയാണ് വാദിക്കുന്നത്. അങ്ങനെ പേര് വെച്ചത് ഖബർ അന്നഹും ലമ്മാ തറക്കു ഇബാദത്തുഹുൽ ഇബാദ, അള്ളാഹുവിനുള്ള ഇബാദത്ത് ഒഴിവാക്കി ഇവരുടെ ഇബാദത്ത് അള്ളാഹുവിനായി തീർന്നപ്പോൾ സമൂഹ ആലിഹത്തൻ, ബിംബങ്ങളെന്ന് പേര് വെച്ചപ്പോൾ ഷാബഹത്ത് ഹാലുഹും, അവരവസ്ഥ തുല്യപ്പെട്ടു. ഏതിനോട്? ഹാലമയാത്തഖിദു അന്നഹാ ദവാത്തുൻ വാജിബത്തുൻ ബിദ്ദാത്തി ഖാദിറത്തുൻ അലാ അൻ തദ്ഫഅൻഹും ബൗസല്ലാഹ് വ തംനഉഹും മാ ലം യരിദില്ലാഹു ബിഹിം ഖൈരിൻ. ഏത് വിശ്വാസമുള്ളവനോട് തുല്യമായി യാത്തഖിദു, അവൻ വിശ്വസിക്കുന്നുണ്ട്, അന്നഹാ ദവാത്തിന്, ഈ ബിംബങ്ങളൊക്കെ തടികളാണ്, വാജിബത്തുൻ ബിദ്ദാത്ത്, ബിദ്ദാത്ത് വാജിബായ, ഖാദിറത്തുൻ കഴിവുള്ളവയാണ്, അലാ അൻ തദ്ഫഅൻഹും ബൗസല്ലാഹ്, അള്ളാഹിൻ്റെ ശിക്ഷയൊക്കെ തടുക്കാൻ. അപ്പോഴല്ലേ മുഖാലിഫാവുള്ളൂ. ഓ തംനഹുഹും മാ ലം യരിദില്ലാഹു ബിഹിം ഖൈരിൻ, അള്ളാഹു അവർക്ക് എന്തെങ്കിലും ഖൈർ ഉദ്ദേശിച്ചാൽ, അള്ളാഹു തആല ഖൈർ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ആ ഖൈറൊക്കെ വാങ്ങിക്കൊടുക്കാൻ കഴിയുന്ന ദാത്തുകളാണ് എന്ന് വിശ്വസിച്ച ഒരവസ്ഥയിലാണ് അവരുടെ ആരാധന മറ്റൊക്കെ കാണുമ്പോൾ. ഫതഹക്കമ ബിഹിം, അങ്ങനെ അള്ളാഹു തആല അവരെ പരിഹസിക്കുകയും വശന്ന അലൈഹിം, അവരെ ആക്ഷേപിക്കുകയും ചെയ്തു, കുറ്റപ്പെടുത്തുകയും ചെയ്തു. എന്ത്? ബിഅൻജഅലുലില്ലാഹി അന്താദ, അവർ അള്ളാഹ്ക്ക് നിദ്ദുകളെ തന്നെ ആക്കിയിട്ടുണ്ട്. ആർക്ക് നിദ്ദുകളാക്കി? ലിമൻ യംതനിയക്കൂനു നിദ്, നിദ്ദുണ്ടാകാൻ പാടില്ലാത്ത, ഒരിക്കലും നിദ്ദുണ്ടാകാൻ പാടില്ലാത്ത അള്ളാഹു തആലാക്ക് അവർ നിദ്ദിനാക്കുക എന്നുള്ള കൊടും ക്രൂരത ചെയ്തിട്ടുണ്ട്. ശരിക്കും നിദ്ദുണ്ടാകാൻ പാടില്ല എന്നല്ലേ ശരിക്ക് പറയുന്നത്. വലിയ ഹാദ, അതുകൊണ്ടാണല്ലോ ഖാല മുവഹിദു ജാഹിലിയത്തിൽ തൗഹീദ് വിളിച്ച ആൾ പറഞ്ഞിരുന്നല്ലോ, സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ പാടിയില്ലേ, ആ റബ്ബന്, ഞാൻ ഒരൊറ്റ റബ്ബിനെ ആരാധിക്കണം, അൽഫ റബ്ബിൻ, 1000 റബ്ബിനെ ആരാധിക്കണോ? മക്കാരെ എന്ത് പണികൾ എടുക്കുന്നത്? അദീനു, ഞാൻ ഒരു റബ്ബിനെ അല്ലെ 1000 റബ്ബിനെ അദീനു ഞാൻ അനുസരിക്കണോ? ഇതാ തഖസമത്തിൽ ഉമൂറു, വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ എന്താണിത്? തറക്തുല്ലാത്ത, അതുകൊണ്ട് ഉസ്സനിൻ തറക്ക് ഒക്കെ ഞാൻ ഒഴിവാക്കി. ഇത് നിങ്ങളിങ്ങനെ കൂട്ടുകയാണ്, പ്രശ്നങ്ങൾ കൂടുന്നതനുസരിച്ച് 1000, 2000, 3000 ദൈവങ്ങളെ ഞാൻ ഒക്കെ ഒഴിവാക്കുകയാണ്. കദാലിക യഫ്അലു റജുൽ ബസീർ, അന്തള്ള ആളുകൾക്ക് അങ്ങനെയാണ് ചെയ്യുക എന്ന് പാടിയത്. അതുകൊണ്ടാണ് നിദ്ദിനാക്കാൻ കഴിയില്ല ബുദ്ധിയുള്ള ആളുകൾക്ക്. അള്ളാഹുവിന് തുല്യൻ ഒരാളുമില്ല. പക്ഷെ ഇവർ ചെയ്യുന്ന പണി അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാതെ ഇവർക്ക് ഇബാദത്ത് എടുക്കുകയാണ്. അതിന് എന്താ മനസ്സിലാക്കേണ്ടത്? അള്ളാഹ്ക്ക് തുല്യമാണ് ഇതൊക്കെ എന്ന് അവർ വിശ്വസിച്ചു എന്നാണ്. ഒരിക്കലും അങ്ങനെ തുല്യമല്ല. അതുകൊണ്ട് അവരെ പരിഹസിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും നിങ്ങൾ നിദ്ദുകളാക്കിയിട്ടില്ലെങ്കിലും നിദ്ദുകളാക്കുക എന്നുള്ള ഏറ്റവും അറുവശലൻ പ്രവർത്തനം ചെയ്തവർക്ക് തുല്യമായ പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആരാധനയും ഒക്കെ. സത്യത്തിൽ ഒന്നുമറ്റ അവർക്ക് കഴിയില്ല. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.